Hi all, welcome to I Plus. ഞാൻ അക്ഷര. കാറ്റഗറി 3 ഇംഗ്ലീഷ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോക്ക് ടൗൺ ഒക്കേഴ്സ് ഇൻ. കോക്ക് ടൗണിന്റെ ഡിസ്ക്രിപ്ഷൻ ഏത് വർക്കിലാണ് കാണാൻ കഴിയുക? ലോക പ്രശസ്തമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. ഹാർഡ് ടൈംസ്, ലേക്ക് ഹൗസ്, സൺസ് ആർ ലവേഴ്സ്, ഡബ്ലിനേഴ്സ്. ഏത് വർക്കിലാണ്? ഹാർഡ് ടൈംസിലാണ് കോക്ക് ടൗണിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഹാർഡ് ടൈംസ് 1854 നോവൽ ബൈ ചാൾസ് ഡിക്കൻസ് ആണെന്ന് നമുക്കറിയാം. കോക്ക് ടൗൺ ഫിക്ഷണൽ ഇൻഡസ്ട്രിയൽ സിറ്റി ആണ്. മെനി റിയൽ ടൗൺസ് ഇൻ 19th സെഞ്ചുറി ഇംഗ്ലണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന പല സിറ്റികളുടെയും റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് എന്ത് വരിക? ഈ ഫിക്ഷണലായിട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി ഈ ഒരു വർക്കിൽ വരുന്നത്. ഡിക്കൻസ് യൂസ് ഇറ്റ് ആസ് എ സിംബൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, പൊല്യൂഷൻ ആൻഡ് ഡീഹ്യൂമനൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷനെയും പൊല്യൂഷനെയും എന്താണ് ഡീഹ്യൂമനൈസേഷൻ്റെയും ഒക്കെ ഒരു സിംബലായിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കോക്ക് ടൗണിനെ കൊണ്ടുവന്നിട്ടുള്ളത്. The name coke town comes from a coke, a type of coal fuel used in factories. ഫാക്ടറീസിൽ യൂസ് ചെയ്യുന്ന കോൾ ഫ്യൂവലിൻ്റെ പേരാണ് കോക്ക് എന്ന് പറയുന്നത്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഹൗ ദ ടൗൺ ഈസ് ഫിൽഡ് വിത്ത് സ്മോക്ക്, ഡർട്ട് ആൻഡ് മിഷണറി. എന്തുകൊണ്ടാണ് ഈ പേര് കൊടുത്തത്? സിറ്റി ഭയങ്കരമായിട്ട് സ്മോക്കും ഡർട്ടും മിഷണറിയും കൊണ്ട് നിറഞ്ഞേക്കുവാണ് എന്ന് കാണിക്കാനാണ്. കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്കൈ ആൾവേസ് ബ്ലാക്ക് വിത്ത് ഫാക്ടറി സ്മോക്ക്. സ്കൈ ഫുള്ള് ബ്ലാക്ക് ആണ്. ഓൾ ദ ബിൽഡിങ്സ് ആർ സ്ട്രീറ്റ് ലുക്ക് ദ സെയിം. എല്ലാ ബിൽഡിങ്ങും സ്ട്രീറ്റ് ഒരുപോലാണ്. എന്താണ്? ഇമാജിനേഷനും ബ്യൂട്ടി ഒന്നുമില്ല, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് പോലെ. ദ വർക്കേഴ്സ് ആർ ഹാർഡ് മെക്കാനിക്കൽ ലൈഫ് ഡൂയിങ് ദ സെയിം ജോബ് ഡെയിലി. ഭയങ്കര കഠിനമായിട്ട് എന്ത് ചെയ്യുന്നു? വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നു, മെക്കാനിക്കലി ജീവിക്കുന്നു, ആ സെയിം ജോബ് തന്നെ വീണ്ടും ചെയ്യുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് സൊസൈറ്റി ഫോക്കസ് ഓൺ ഫാക്ട്സ് ആൻഡ് മണി ആൻഡ് നോട്ട് ഓൺ ഇമോഷൻസ് ഓൺ ക്രിയേറ്റിവിറ്റി. എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ സൊസൈറ്റി ആവട്ടെ എല്ലാം ഫാക്ടിനെയും മണിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, അല്ലാതെ ഇമോഷനോ ക്രിയേറ്റിവിറ്റിക്കോ ഒന്നും യാതൊരു റോളും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ടൗൺ ആണ്. മെയിൻ ഐഡിയ എന്താണ്? ഹാർഷ്നെസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈഫിനെ ക്രിട്ടിസൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ എന്താണ്? ഹ്യൂമാനിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു, എല്ലാവരും പ്രൊഫിറ്റിന് മിഷനും പുറകെ പോകുന്നു. അതൊക്കെയാണ്. അടുത്ത ചോദ്യം, ദ ഐഡിയ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് എസ്സേ ബൈ. ഐഡിയ ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ആരുടെ എസ്സേ ആണ്? കാർഡിനൽ ന്യൂമാൻ, മാത്യു ആർണോൾഡ്, തോമസ് കാർലൈൽ, ബെർട്രാൻഡ് റസ്സൽ. ആരെയാണ്? കാർഡിനൽ ന്യൂമാൻ്റെ വർക്കാണ്. കാർഡിനൽ ന്യൂമാൻ റോട്ട് ദ ഐഡിയ ഓഫ് യൂണിവേഴ്സിറ്റി 1852 എഴുതിയിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ വാട്ട് എ യൂണിവേഴ്സിറ്റി ഷുഡ് ബി ആൻഡ് വാട്ട് ഇറ്റ് ഷുഡ് ടീച്ച്. എന്താകണം യൂണിവേഴ്സിറ്റി? എന്ത് പഠിപ്പിക്കണം? യൂണിവേഴ്സിറ്റി ഷുഡ് ടീച്ച് ഓൾ കൈൻഡ് ഓഫ് നോളജ്, നോട്ട് ജസ്റ്റ് ജോബ് സ്കിൽസ്. എല്ലാ അറിവും കൊടുക്കണം, അല്ല ജോബ് സ്കിൽസ് മാത്രമല്ല. എഡ്യൂക്കേഷൻ ഷുഡ് ട്രെയിൻ ദ മൈൻഡ് ആൻഡ് ഹെൽപ്പ് പീപ്പിൾ ടു തിങ്ക് ക്ലിയർലി ആൻഡ് വൈസ്ലി. മൈൻഡിനെയാണ് ട്രെയിൻ ചെയ്യേണ്ട. ആളുകൾ എന്ത് ചെയ്യണം? ചിന്തിക്കാൻ, ക്ലിയർ ആയിട്ടും വൈസായിട്ടും ചിന്തിക്കാൻ പഠിക്കണം. Knowledge is good and important by itself even if it is not used for money or work. Knowledge എന്താണ്? ഗുഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ബൈ ഇറ്റ് സെൽഫ് ആണ്. പക്ഷേ എന്താണ്? ഇഫ് ഇറ്റ്സ് നോട്ട് യൂസ്ഡ് ഫോർ മണി ഓർ വർക്ക്, മണിക്കോ വർക്കിനോ വേണ്ടി അല്ലെങ്കിൽ നോളജ് ഗുഡാണ്. ലിബറൽ എഡ്യൂക്കേഷൻ എന്താണ്? യൂണിവേഴ്സിറ്റി ഷുഡ് ഗിവ് എ ബ്രോഡ് എഡ്യൂക്കേഷൻ ദാറ്റ് മേക്സ് സ്റ്റുഡൻസ് വെൽ റൗണ്ട് ആൻഡ് തോട്ട്ഫുൾ. ലിബറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആകെ മൊത്തത്തിൽ വിദ്യാർത്ഥിക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം, തോട്ട്ഫുൾ ആവണം. ജോബ് ട്രെയിനിങ് മാത്രം ആവാൻ പാടില്ല. നോട്ട് ഓൺലി ഫോർ പ്രൊഫഷണൽ ഓർ കരിയർ ട്രെയിനിങ്ങും പ്രൊഫഷണൽ ട്രെയിനിങ്ങും മാത്രമാകാൻ പാടില്ല. മൊത്തത്തിലുള്ള ഓവറോൾ ഗ്രോത്ത് അവിടെ ഉണ്ടാകണമെന്നാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. ദ ഡച്ചസ് ഓഫ് മാൾഫി ഈസ് ബൈ. ദ ഡച്ചസ് ഓഫ് മാൾഫി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അവിടേതാണ്? മാർലോ വെബ്സ്റ്റർ ലോർഡ് ഷീപ്പ്. നമ്മൾ എങ്ങോട്ട് പോകണം? കുറച്ച് പഴയ കാലഘട്ടത്തിലോട്ട് പോകണം അല്ലേ? വെബ്സ്റ്ററിൻ്റെ വർക്കാണ് ഡച്ചസ് ഓഫ് മാൾഫി എന്ന് പറയുന്നത്. ട്രാജഡി റിട്ടൺ ബൈ ജോൺ വെബ്സ്റ്റർ ആണ്. കാലഘട്ടം നോക്കിക്കേ, 1613 1614. ട്രൂ സ്റ്റോറി ആയിട്ടുള്ള ഡച്ചസ് ഓഫ് ഗവർണ ഓഫ് അമാൽഫിയുടെ വർക്ക് സ്റ്റോറിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഡ്രാമയാണ്. ട്രാജിക് സ്റ്റോറിയാണ്. യങ് വിഡോ ആയിട്ടുള്ള ഡച്ചസ് സീക്രട്ട്ലി മാരീസ് എ സ്റ്റുവാർഡ്. അവളുടെ സ്റ്റുവാർഡായിട്ടുള്ള ആൻറ്റോണി ബ്രദറിൻ്റെ വിഷനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? മാരി ചെയ്യുന്നു. ദ പ്ലേ ഷോസ് കറപ്ഷൻ, പവർ, റിവഞ്ച് ആൻഡ് ദ റോൾ ഓഫ് വിമൻ ഇൻ സൊസൈറ്റി. തീം എന്തൊക്കെയാണ്? കറപ്ഷൻ വരുന്നുണ്ട്, പവർ വരുന്നുണ്ട്, റിവഞ്ച്, റോൾ ഓഫ് വിമൻ വരുന്നുണ്ട്. ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് ജാക്കബിയൻ ട്രാജഡി. ഏതറയിൽ നമ്മൾ എത്തി? അങ്ങ് പുറകോട്ട് പോയി അല്ലേ? ജാക്കബിയൻ അറയിലോട്ട് പോയി. അപ്പോൾ അത്രയും പഴയ ഒരു വർക്കാണ്. Then James Boswell is well known as a. ജെയിംസ് ബോസ്വെൽ ഏത് മേഖലയിലാണ് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ? ലെക്സിക്കോഗ്രാഫർ, ബയോഗ്രാഫർ, കാർട്ടോഗ്രാഫർ, ഡിബേറ്റർ. ആരാണ്? ജെയിംസ് ബോസ്വെൽ ലെക്സിക്കോഗ്രാഫറാണ്. ബയോഗ്രാഫറാണ് കേട്ടോ. ബയോഗ്രാഫറാണ്. മാർക്ക് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നതാണ്. ബയോഗ്രാഫറാണ് ജെയിംസ് ബോസ്വെൽ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നോക്കിക്കേ.
ജെയിംസ് ബോസ്വെൽ സ്കോട്ടിഷ് റൈറ്ററും ലോയറും ആയിരുന്നു. ഫേമസ് റൈറ്റിംഗ് എന്താണ്? ലൈഫ് ഓഫ് സാമുവൽ ജോൺസൺ. സാമുവൽ ജോൺസന്റെ ലൈഫ് അദ്ദേഹം എഴുതി, ആ വർക്കാണ് കേട്ടോ. ബുക്ക് ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബയോഗ്രഫീസ് എവർ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടുള്ള ബയോഗ്രഫീസ് വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് തന്നെയാണ് എന്ത് ഈ പറയുന്ന ദ ലൈഫ് ഓഫ് സാമുവൽ ജോൺസൺ. ബോസ്വെൽസ് ഡെഡിക്കേഷൻ ടു ഒബ്സർവേഷൻ മേഡ് ദ റീഡേഴ്സ് ഫീൽ ആസ് എ പേഴ്സണലി ന്യൂ ഡോക്ടർ സാമുവൽ ജോൺസൺ. ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻസ് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ എന്താണ്, ഡോക്ടർ ജോൺസനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാന്ന് തോന്നുന്നു. ആ ഒരു രീതിയിൽ അത്രയധികം ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നതും. ബിക്കോസ് ഓഫ് ദിസ് ബോസ്വെൽസ് റിമെമ്പേർഡ് ആസ് എ ഗ്രേറ്റ് ബയോഗ്രഫർ. അദ്ദേഹം ആരാണ്? ബയോഗ്രഫർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അനസ് മിറാബിലസ് ഈസ് സെലിബ്രേറ്റഡ്. അനസ് മിറാബിലസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? എ ഇയർ, എ മൊണാർക്ക്, എ റൈറ്റർ, എ ഡിസ്കവറി. അനസ് മിറാബിലസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരിക? എ ഇയർ ആണ് സൂചിപ്പിക്കുന്നത്. സംഭവം എന്തായിരുന്നു? അനസ് മിറാബിലസ് മീൻസ് ഇയർ ഓഫ് വണ്ടേഴ്സ് ഇൻ ലാറ്റിൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇയർ ഓഫ് വണ്ടേഴ്സ് എന്നാണ്. ഇറ്റ്സ് എ പോയം ബൈ ജോൺ ഡ്രൈഡൻ റിട്ടൺ ഇൻ 1667. 1667 ജോൺ ഡ്രൈഡൻ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. പോയം സെലിബ്രേറ്റ് ദ ഇയർ 1666 വിച്ച് ഡ്രൈഡൻ കാൾഡ് എ മിറാക്കുലസ് ഇയർ. ആ ഒരു വർഷത്തെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. 1666. 1667 വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്ന? ആ ഒരു ഇയറിനെ ആണ് പറയുന്നത്. ഈ ഡിസ്ക്രൈബ് ടു മേജർ ഇവൻറ്റ്സ് ഇൻ ഇംഗ്ലണ്ട് ദാറ്റ് ഇയർ. ആ വർഷത്തുള്ള ഇംഗ്ലണ്ടിൽ രണ്ട് പ്രധാനപ്പെട്ട ഈവൻറ്റ്സ്: ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, ദ ഇംഗ്ലീഷ് നേവൽ വിക്ടറീസ് ഓവർ ദ ഡച്ച്. ഈ രണ്ട് സംഭവങ്ങളും വെച്ചിട്ടും, ഈ രണ്ട് സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ആണെങ്കിലും ഇംഗ്ലീഷ് നേവൽ വിക്ടറീസ് ഓവർ ദ ഡച്ച് ആണെങ്കിലും രണ്ടിലും എന്താണ്, അത്യാവശ്യം ഡിസാസ്റ്റർ ഒക്കെ വന്നിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ വന്നെങ്കിലും 1666 ഒരു ഇയർ ഓഫ് ഹോപ്പ് ആൻഡ് റിന്യൂവൽ ഫോർ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ദ വിന്നർ ഓഫ് ദ 2024 നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഗെറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിലവിൽ ഒരു നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മേഖലയിൽ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയുടെ പേര്, അദ്ദേഹം ഏത് രാജ്യത്തു നിന്ന് വരുന്നു, ഏത് മേഖലയിലാണ് കോൺട്രിബ്യൂഷൻ പഠിച്ചു വെക്കാം. പോരാതെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ഇതിന് തൊട്ട് 32 വർഷങ്ങളും എങ്കിലും മിനിമം പഠിച്ചു വെക്കാം. നമുക്കൊരു മുമ്പുള്ള ഒരു 5 എണ്ണമെങ്കിലും നോക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഒരു 75% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാം 75% ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ആ വർഷത്തെ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷത്തെ നോബൽ പ്രൈസ് ലോറേറ്റിൻ്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം, ആ വ്യക്തിയുടെ രാജ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. ഇത്തവണയും ചോദിച്ചു ജോൺ ഫോസ് ആൻഡ് ഇറാനസ് ഹാൻ കാങ് ജെയിം കുഡ്സി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അത് ഏത് വർഷവും നമ്മൾ മറന്നുപോകും. അതുകൊണ്ടൊന്ന് ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കാം. പരീക്ഷയ്ക്ക് ഇറങ്ങുന്നതിൻ്റെ തലേന്ന് നമ്മൾ റിവിഷൻ ചെയ്യണമെന്ന് പറയാറില്ലേ? ആ റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കി വെക്കാം. അപ്പോൾ ആരാണ് വരുന്നത്? ഹാൻ കാങ് ആണ്. ഇപ്പോൾ 2020 മുതൽ 2025 വരെയുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ നമുക്ക് ലിറ്ററേച്ചർ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. 2020 ലൂയിസ് ഗ്ലക്ക്, 2021 അബ്ദുൾ റസാഖ് ഗുർണ, 2022 ആനി ഇറാനക്സ്, 2023 ജോൺ ഫോസ്, 2024 ഹാൻ കാങ്. അപ്പോൾ ഇവിടം വരെ ചോദിച്ചു. പിന്നീടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ശേഷമാണ് അടുത്ത 2025 ഫലപ്രഖ്യാപനം വന്നത്. അതുകൊണ്ട് ഈ ഒരു പേര് ഇനി നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ലസ്ലോ കൃഷ്ണ ഹൊറക്കൈ. അപ്പോൾ ആ പേരുകളൊക്കെ വായിക്കുമ്പോൾ എന്താണ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. അവർ രാജ്യത്തെ പേരുകൾ ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് നോക്കി വെച്ചോണം. ഹംഗറിയിൽ നിന്നാണ് 2025 റൈറ്റർ വന്നിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഹാൻഗാങ് ആയിരുന്നു ആൻസർ വരുന്നത്. സൗത്ത് കൊറിയൻ കൺട്രിയാണ്. ജോൺ ഫോസ്, ആനി ഇറാനസ്, അബ്ദുൾ റസാഖ് ഗുർണ, ഈ 3 പേരുടെയും പേരുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വെക്കുക, ഏത് കൺട്രി എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം, ജസ്റ്റിൻ പൈലറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ അബൌട്ട്. ജസ്റ്റിൻ പൈലറ്റ് ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇന്നസെൻസ്, തിയോളജി, ട്രൂത്ത്, പൊളിറ്റിക്സ്. ഉത്തരം ട്രൂത്ത് ആണ്. ഇത് പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ജസ്റ്റിൻ പൈലറ്റ്, എന്ത് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല. പക്ഷേ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് ഓഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. ദ ഫ്രേസ് ജസ്റ്റിൻ പൈലറ്റ് കം ഫ്രം ഫ്രാൻസിസ് ബേക്കൺസ് എസ്സേ ഓഫ് ട്രൂത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേ ആണ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതിൽ ബേക്കൺ റിഫേഴ്സ് ടു
Pontius Pilate who asked Jesus, ജീസസിനോട് ചോദിക്കുന്നതാണല്ലേ വാട്ട് ഈസ് ട്രൂത്ത് ഫ്രം ബൈബിൾ ജോൺ 18:38. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യമാണ് ഈ ഒരു എസ്സേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. We can use this to discuss how people often avoid or doubt the truth. എങ്ങനെയാണ് ട്രൂത്തിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഡൗട്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് ആ ഒരു എസ്സേയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റിൻ പൈലറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അബൌട്ട് ട്രൂത്ത് എന്നുള്ള ഉത്തരം അവിടെ വന്നത്. Complete the title of the novel, The Strange Case of Dr. Jekyll and എന്താണ് ബാക്കിയായിട്ട് വരുന്നത്. നോവലിൻ്റെ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് മിസ്റ്റർ ഹൈഡ് ആണ്. The full title of the work എന്ന് പറയുന്നത് The Strange Case of Dr. Jekyll and Mr. Hyde ആണ്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ നോവലയാണ്. 1886 പബ്ലിഷ് ചെയ്തിട്ടുള്ള നോവലയാണ്. സ്റ്റോറി ഷോസ് എ ഡ്യുവലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചറിൻ്റെ ഡ്യുവലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഗുഡ് ആൻഡ് ഈവിൾ എക്സിസ്റ്റ് വിത്ത് ദ സെയിം പേഴ്സൺ. ഒരു പേഴ്സണിൽ തന്നെ എന്തുണ്ട്, ഗുഡും ഉണ്ട് ഈവിളും ഉണ്ട്. ഡോക്ടർ ജെക്കിൾ ഈസ് എ കൈൻഡ് സയൻറ്റിസ്റ്റ് വൈൽ മിസ്റ്റർ ഹൈഡ് ഈസ് എ ഹിസ് ഡാർക്ക് ആൻഡ് ഈവിൾ സൈഡ്. അപ്പോൾ എന്താ, ഡോക്ടർ ജെക്കിൾ എന്ന് പറയുന്ന ഒരു കൈൻഡ് സയൻറ്റിസ്റ്റ് ആണ്, എന്നാൽ മിസ്റ്റർ ഹൈഡ് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡാർക്ക് ആൻഡ് ഈവിൾ സൈഡാണ്. ആ ഒരു രീതിയിലാണ് ഒരു വർക്ക് നോവല വരുന്നത്. അടുത്ത ചോദ്യം, ഇഫ് ഐ ഷുഡ് ഡൈ തിങ്ക് ഓൺലി ദിസ് ഫോം ഓഫ് മീ ദാറ്റ്സ് ദെയർ സം കോർണർ ഓഫ് എ ഫോറിൻ ഫീൽഡ് ദാറ്റ് ഈസ് ഫോർ അവർ ഇംഗ്ലണ്ട്. ദീസ് ലൈൻസ് ആർ ഫ്രം ആരുടെ വരികളാണ്? വില്യം ഷേക്സ്പിയർ, വില്യം വേർഡ്സ്വർത്ത്, റുഡിയാർഡ് കിപ്ലിംഗ്, റോബർട്ട് ബ്രൂക്ക്. ആരുടെ വരികളാണ്? റോബർട്ട് ബ്രൂക്കിൻ്റെ വരികളാണ്. ദ സോൾജിയർ എന്നുള്ള വർക്ക് നമ്മൾ മുമ്പും വിൽഫ്രഡ് ഓവൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വാർ പോയിറ്റ്സിൻ്റെ ഒരു രീതി എന്ത് എന്ന് നമുക്കറിയാം. വാറിൻ്റെ ഗ്ലോറിഫിക്കേഷൻ അല്ല, പകരം അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഭീകരമായിട്ടുള്ള മുഖങ്ങളൊക്കെയാണ് അവർ എഴുതിയിട്ടുള്ളത്. ആൻഡ് വൺ ഓഫ് ദ റൈറ്റർ തന്നെയാണ് ആര്, റോബർട്ട് ബ്രൂക്ക്. അദ്ദേഹത്തിൻ്റെ സോൾജിയർ എന്നുള്ള കവിതയിൽ നിന്നുള്ള വരികളാണ്. വൺ ഓഫ് ഹിസ് ഫേമസ് വാസ് ഓൺ റിട്ടൺ ഡ്യൂറിങ് വേൾഡ് വാർ ഫസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടൊക്കെ കവിതകൾ എഴുതിയവരാണ്. ദ പോയം എക്സ്പ്രസ്സസ് എ പാട്രിയോട്ടിക് ഫീലിംഗ് ഷോ ലവ് ആൻഡ് ഡിവോഷൻ ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലുള്ള ലവും ഡിവോഷനും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. Brooke imagines that if he dies in war, the land where he is buried will become forever England. അപ്പോൾ എന്താണ്, ഈ യുദ്ധത്തിൽ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ ഈ ലാൻഡ്, ഞാൻ ബറി ചെയ്യുന്ന ലാൻഡ് എന്താണ്, ഫോറെവർ ഇംഗ്ലണ്ടായി മാറുമെന്നാണ് ആ കണ്ട വരികളിൽ പറയുന്നത്. അടുത്തത് ലെജൻഡറി ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ ലെജൻഡറി ഫൗണ്ടർ ആരാണ്? ചരിത്രത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അല്ലേ. ആരാണ് ബ്രിട്ടൻ്റെ ലെജൻഡറി ഫൗണ്ടർ? ബ്രൂട്ടസ് ആണ് ബ്രിട്ടൻ്റെ ലെജൻഡറി ഫൗണ്ടർ എന്ന് പറയുന്ന ആൾ. അക്കോർഡിംഗ് ടു ഓൾ ബ്രിട്ടീഷ് ലെജൻഡ്സ്, പഴയ ബ്രിട്ടീഷ് ലെജൻഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രൂട്ടസ് ഓഫ് ട്രോയ് വാസ് എ മിത്തിക്കൽ ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ. മിത്തിക്കലി ആരാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്? ബ്രൂട്ടസ് ഓഫ് ട്രോയ് ആണ്. ഹി വാസ് സെഡ് ടു ബി എ ഡിസെൻഡന്റ് ഓഫ് ദ ട്രോജൻ ഹീറോ എനിയസ്. ആ ട്രോജൻ ഹീറോ എനിയസിൻ്റെ ഡിസെൻഡൻ്റ് ആണെന്ന് പറയപ്പെടുന്നു. സ്റ്റോറി അപ്പിയേഴ്സ് ഇൻ ജെഫ്രി ഓഫ് മോൺബത്ത്സ് ഹിസ്റ്റോറിയ റീഗം ബ്രിട്ടാനി. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ദ കിങ്സ് ഓഫ് ബ്രിട്ടൻ, ബ്രിട്ടനിലെ കിങ്സിൻ്റെ ഹിസ്റ്ററി കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ജെഫ്രി ഓഫ് മോൺമത്തിൻ്റെ വർക്കാണ് ഹിസ്റ്റോറിയ റീഗം ബ്രിട്ടാനി. അപ്പോൾ ഈ ഒരു വർക്കിലാണ് ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സ്റ്റോറി വരുന്നത്. ലെജൻഡ് സേസ് ബ്രൂട്ടസ് കെയിം ടു ദ ഐലൻഡ് നെയിംഡ് ഇറ്റ് ബ്രിട്ടൻ ആഫ്റ്റർ ഹിംസെൽഫ് ആൻഡ് ബിക്കേം ദ ഫസ്റ്റ് കിങ്. എന്ത് ചെയ്തു? ബ്രൂട്ടസ് ഈ ഐലൻഡിലെത്തി, എന്നിട്ട് എന്ത് ചെയ്തു? ആ പേരിൽ നിന്ന് ബ്രൂട്ടസിൽ നിന്ന് ബ്രിട്ടൻ എന്നുള്ള പേര് കൊടുത്തു. ആൻഡ് ആഫ്റ്റർ ഹി ഹിംസെൽഫ് ബിക്കേം ദ, അദ്ദേഹം തന്നെ എന്ത് പറഞ്ഞു? ഐ എം ദ ഫസ്റ്റ് കിങ് എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ഈസ് ബൈ ആരുടെ വർക്കാണ്? ഡെറക് വാൾക്കോട്ട്, വി എസ് നൈപ്പുൾ, വോൾസോയിൻക, ചിനമഡ, നിഗോഷി, അഡിച്ചി. അപ്പോൾ ആരുടെയാണ് ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന് പറയുന്നത്? ഡെറക് വാൾക്കോട്ടിന് വർക്കാണ്. ആഫ്രിക്കൻ ലിറ്ററേച്ചറിലൊക്കെ അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ തന്നെയാണ് ഡെറക് വാൾക്കോട്ട്. ഡെറക് വാൾക്കോട്ടിൻ്റെ പോയമാണ്. ഇറ്റ്സ് അബൌട്ട് വയലൻസ് ഇൻ ആഫ്രിക്ക ഡ്യൂറിങ് മോമോ അപ്രൈസിംഗ് ഇൻ കെനിയ വെൻ ആഫ്രിക്കൻസ് ഫോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ആഫ്രിക്കൻസ് ബ്രിട്ടീഷിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഫൈറ്റ് ചെയ്യുന്നു. മോമോ അപ്രൈസിംഗ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് വയലൻസിനെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. വാൾക്കോട്ട് ഫീൽസ് ടോൺ ബിറ്റ്വീൻ ഹിസ് ടു ഐഡൻറ്റിറ്റീസ്, ആഫ്രിക്കൻ ആൻഡ് യൂറോപ്യൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയസ്പോറിക് റൈറ്റർ ആണെന്ന് കൂടെ മനസ്സിലായി. അതിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ജനിച്ചു വളർന്ന രാജ്യം, അതോടൊപ്പം തന്നെ അദ്ദേഹം പോയി താമസിക്കുന്ന രാജ്യം, ആ ഒരു എന്ത് വരുന്നുണ്ട്? രണ്ട് ഐഡൻറ്റിറ്റീസ് വരുന്നുണ്ട്. ഹൗ ടു ടേക്ക് സൈഡ്സ് വിത്തിൻ ബോത്ത് ആർ പാർട്ട് ഓഫ് ഹിം. രണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഏത് സൈഡിൽ നിൽക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ കവിതയിൽ കാണാം. അടുത്ത മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ്? ഇഫക്ട്സ് ഓഫ് കോളനിയലിസം ആണ്, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ടു കൾച്ചേഴ്സ്, പെയിൻ ഓഫ് ഡിവൈഡഡ് ഐഡൻറ്റിറ്റി. ഫേമസ് ലൈൻസ് ഉണ്ട് കേട്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഹൗ ക്യാൻ ഐ ഫേസ് such slaughter and be cool? How can I turn from Africa and leave? ഈ വരികളൊക്കെ ഫേമസ് ലൈൻസ് ആണെന്ന് നോക്കി വെക്കാം.
അടുത്ത സ്വീറ്റ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ ആർ മെൻഷൻഡ് ബൈ. നമ്മൾ തോമസ് ഗ്രേയുടെ എലജി റിട്ടണിനെ കൺട്രി ചർച്ച ചെയ്യേണ്ട കാര്യം പറഞ്ഞ പോലെ എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ചോദ്യം വരുന്ന മറ്റൊരു വർക്കാണ് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കി, ദ സ്വീറ്റ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ ആർ മെൻഷൻഡ് ബൈ. സ്വീറ്റ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏത് വർക്കിലാണ്? ആരാണ്? ഏത് വർക്ക് എന്നല്ല, ആരാണ്? ജെഫ്രി ചോസർ, വില്യം ഷേക്സ്പിയർ, ലോർഡ് ബൈറൺ, ടി.എസ്. എലിയറ്റ്. ഒബ്വിയസ്ലി ജെഫ്രി ചോസർ തന്നെയാണ്. വർക്ക് ഏതാണ്? കാൻറ്റർബറി ടെയിൽസിന് പ്രൊലോഗാണ്. സ്വീറ്റ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ മെൻഷൻ ദ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ജെഫ്രി ചോസേഴ്സ് ദ കാൻറ്റർബറി ടെയിൽസ്. One that April with his shore sooty, the drought of March hath proceed to the road. ഓൾഡ് ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഫേമസ് ലൈനാണ്. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിലെ സ്വീറ്റ് റെയിൻസ് എങ്ങനെയാണ് ലൈഫിലേക്ക് പുതിയ ലൈഫ് കൊണ്ടുവരുന്നത്? ഡ്രൈ മാർച്ച് കഴിഞ്ഞിട്ട് ദ സ്പ്രിംഗ് വരുന്നു. പിൽഗ്രിമേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സീസണാണ്. പിൽഗ്രിമേജിന് വേണ്ടിയിട്ട് എന്താണ്, ആളുകൾ പോകുന്ന വഴിക്ക് കഥകൾ പറയുന്നു. അതൊക്കെയാണ് കാൻറ്റർബറി ടെയിൽസ്. അപ്പോൾ ഈ ഒരു പ്രൊലോഗിൽ എന്ത് ചെയ്യുന്നു, ആ പോകുന്ന ആളുകളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു തുടക്കത്തിൽ കാണുന്ന ഏറ്റവും ആദ്യം വരുന്ന വരികളാണ് ഇത്. ടോം ജോൺസ് ഇസ് എ ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ. ടോം ജോൺസ് എന്നുള്ള കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഡിലൻ തോമസ്, ജെയിംസ് ജോയ്സ്, സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്. ആരുടേതാണ്? ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ക്യാരക്ടറാണ് ടോം ജോൺസ് എന്ന് പറയുന്നത്. ടോം ജോൺസ് മെയിൻ ക്യാരക്ടർ എന്താ? ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ്. ആ ഒരു കംപ്ലീറ്റ് വർക്ക് എന്നാണ് ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എന്ന് പറയുന്നത്. എന്താണ്? എ ഫൗണ്ട്ലിംഗ്, എ നോവൽ റിട്ടൺ ബൈ ഹെൻറി ഫീൽഡിംഗ്. ഒരു നോവലാണ്. എഴുതിയിട്ടുള്ളതാണ് ഹെൻറി ഫീൽഡിംഗ് ആണ്. വൺ ഓഫ് ദ ഗ്രേറ്റ് ഇംഗ്ലീഷ് നോവൽസ് ഓഫ് ദ 18th century. 18th centuryയിലെ വൺ ഓഫ് ദ ഗ്രേറ്റ് ഇംഗ്ലീഷ് നോവലാണ്. ടോമിനെ കുറിച്ചുള്ള കഥ പറയുന്നതാണ്. മിസ്ചീവിയസ് ആയിട്ടുള്ള കുറച്ച് കുരുത്തക്കേടുള്ള ഒരു ഓർഫൺ ഹു ഗ്രോസ് അപ്പ്, ഫാൾസ് ഇൻ ലവ് വിത്ത് സോഫിയ വെസ്റ്റേൺ, സെർച്ചസ് ഫോർ ഹിസ് ട്രൂ ഐഡന്റിറ്റി. അപ്പോൾ എന്താ, ജനിക്കുന്നു, വളരുന്നു, പിന്നീട് സോഫിയ വെസ്റ്റേണിനെ പ്രണയിക്കുന്നു, സ്വന്തം ഐഡന്റിറ്റി തിരയുന്നു. അപ്പം നോക്കിക്കുക, ഒരു ഗ്രോയിങ് ഏജ് ആണ് അല്ലേ? ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു വർക്ക് പോകുന്നത്. നോവൽ ഇസ് നോൺ ഫോർ ഇറ്റ്സ് ഹ്യൂമർ, റിയലിസം ആൻഡ് മോറൽ ലെസൺസ് അബൌട്ട് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചുള്ള ഹ്യൂമറും റിയലിസം മോറൽ ലെസൺസും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ, ദ ബെസ്റ്റ് ഈസ് സെറ്റ് ടു ബി. പലപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്ന ഓഫ് കോട്ടഡ് ആയിട്ടുള്ള ലൈൻസാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലർ പോസ്റ്റ് ഇടുന്ന ടൈമിൽ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലൈൻ തന്നെയാണ്. നമ്മൾ പലപ്പോഴായിരിക്കും നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും, പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ദീസ് ലൈൻസ് ബൈ ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ, റോബർട്ട് ബ്രൗണിംഗ്, വാൾട്ട് വിറ്റ്മാൻ, സൽമാൻ റുഷ്ദി. ആരുടെ വരികളാണ്? ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ, ദ ബെസ്റ്റ് ഈസ് സെറ്റ് ടു ബി, റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ വരികളാണ്. റോബർട്ട് ബ്രൗണിങ്സ് പോയം ഏതാണ്? റാബി ബെൻ ഇസ്രയാണ്. പോയം ബ്രൗണിംഗ് സ്പീക്സ് അബൌട്ട് ഫെയ്ത്ത്, ഏജിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ്. ഫെയ്ത്തിനെ കുറിച്ചും ഏജിങ്ങിനെ കുറിച്ചും പർപ്പസ് ഓഫ് ലൈഫിനെ കുറിച്ചും പറയുന്ന വരികളാണ്. ഹി ബിലീവ്സ് ദാറ്റ് ഗ്രോയിങ് ഓൾഡ് ഈസ് നോട്ട് ടു ബി ഫിയർഡ്. നമുക്ക് പ്രായം ചെല്ലുന്നു അപ്പോൾ എന്ന് പറയുന്ന കാര്യത്തിൽ എന്താണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ലൈഫ് ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് മീനിങ് പാർട്ട് കംസ് വിത്ത് ഏജ് ആൻഡ് സ്പിരിച്വൽ മെച്യൂരിറ്റി. ലൈഫിൽ ബെസ്റ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള കാര്യം വരുന്നത് എപ്പോഴാണ്? ഏജും സ്പിരിച്വാലിറ്റിയും ഏജും സ്പിരിച്വൽ മെച്യൂരിറ്റിയും ഒക്കെ എന്താണ്, ഈ ഏജ് കൂടുന്നതനുസരിച്ചാണ് നല്ല കാര്യങ്ങളൊക്കെ നമ്മളെന്താ മനസ്സിലാക്കി അറിഞ്ഞ് വരുന്നത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ദ ഓതർ ഓഫ് ദ ഫോർ ക്വാർട്ടേഴ്സ് എന്നുള്ള വർക്കിൻ്റെ ഓതർ ആരാണ്? അപ്പോൾ ഇദ്ദേഹത്തെ നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായുള്ള വർക്കുകൾ പറയും. ചിലപ്പോഴൊക്കെ നമ്മൾ വിട്ടു പോകാറുള്ള ഒരു വർക്കാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു, ബർട്രാൻഡ് റസ്സൽ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് സ്റ്റേൺസ് എലിയറ്റ്. തോമസ് സ്റ്റേൺസ് എലിയറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇതാരാ? ഒന്നുകൂടെ നോക്കിക്കേ, ആരാ? നമ്മുടെ സ്വന്തം ടി.എസ്. എലിയറ്റ് ആണ്. ഫോർ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ്. നമ്മൾ പെട്ടെന്ന് എലിയറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് പോലുള്ള വർക്കിലോട്ട് പോകും. പക്ഷെ അദ്ദേഹം പോയം എഴുതിയിട്ടുണ്ട്. മേഡ് ഓഫ് 4 long poems, ബേൺ നോത്തോൺ, ഈസ് കോക്ക്, ദ ഡ്രൈ, സാൽവേജസ് ആൻഡ് ലിറ്റിൽ ഗിഡി. ഈ 4 പോയിംസ് ചേർന്നിട്ടാണ് ഫോർ ക്വാർട്ടേഴ്സ് വരുന്നത്. ടൈം, ഫെയ്ത്ത് ആൻഡ് സെർച്ച് ഓഫ് സ്പിരിച്വൽ പീസ് ആണ് ഈ ഒരു വർക്കിലെ തീമായിട്ട് വരിക. ദർ കൺസിഡർഡ് എലിയറ്റ്സ് ഗ്രേറ്റസ്റ്റ് വർക്ക് ഷോയിങ് ഹിസ് ഡീപ്പ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ തോട്ട്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക് തന്നെയാണ്. ഡീപ്പായിട്ട് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ തോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വർക്കാണ്. അപ്പോൾ നമ്മൾ 50 ചോദ്യങ്ങളിൽ 40 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ആൾ.